ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ജർമ്മനിയിലെ ഏഡിങ്ങിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം തൻ്റെ അനന്തകാരുണ്യത്താൽ അനുവദിച്ചു നൽകിയ മനോഹരമായ ഒരു അത്ഭുതത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഏഡിങ്ങിലെ ഈ ദേവാലയത്തിൽ നാം ആയിരിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഈ ദേവാലയത്തിൻ്റെ അധികാരിയായ ഫാദർ ജോസഫാണ്. 15-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ആ വലിയ സംഭവത്തെക്കുറിച്ച്, ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായിട്ടാണ് ഇദ്ദേഹം നമ്മോടൊപ്പമായിരിക്കുന്നത്. 1417 മുതൽ ഇന്ന് വരെ ഇവിടെ തുടർന്നു പോന്ന ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചും അതിൽ നിന്നും വിശ്വാസികൾക്ക് ലഭിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഈ കൊച്ചു സഹോദരങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതമരുളിയതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടെങ്കിലും ഈ നഗരത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് കേൾക്കുന്നത് എത്ര മനോഹരമാണ്. ചെറുപ്രായം മുതലേ ഈ അത്ഭുതത്തെക്കുറിച്ച് അങ്ങേക്ക് അറിവുള്ളതാണോ? എൻ്റെ മാതാപിതാക്കളുടെ ഭവനം ഇവിടെ നിന്നും 20 കിലോമീറ്ററോളം അകലെയായിരുന്നു. അതിനാൽ ഈ അത്ഭുതത്തെക്കുറിച്ച് വളരെ കാര്യമായി എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയവും മറ്റു തീർത്ഥാടന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ദേവാലയത്തെക്കുറിച്ചും ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചും ഞാൻ അറിയുവാനിടയായത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ദേവാലയത്തിൽ രാജാതിരാജനായ യേശുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അവിടുന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു. ഞങ്ങളുടെ ദേവാലയത്തിലാണെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ നിത്യാരാധന നടക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അവിടുത്തെ സാന്നിധ്യത്തിന് നാം മതിയായ വില നൽകുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയുണ്ടെങ്കിലും നാം അതിൽ സംബന്ധിക്കാറുണ്ടോ? അതുകൊണ്ട് അങ്ങയുടെ ദേവാലയത്തിലെ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നതിൽ അങ്ങ് സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അത്ഭുതത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും 15-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും അങ്ങയുടെ അറിവ് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാൻ അന്ന് ജനിച്ചിട്ടു പോലുമില്ലായിരുന്നു. എങ്കിലും ഈ ദേവാലയത്തിന്റെ ചുവരുകളിലും ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലും ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് പ്രസ്തുത സംഭവങ്ങളുടെ തുടക്കം. അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന വളരെ ധനികനായ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് അസൂയയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഖസുഭിക്ഷമായ ജീവിതവും തന്റെ ദാരിദ്ര്യവും ഈ പാവപ്പെട്ട മനുഷ്യനെ വേദനിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം ആ ധനികനായ വ്യക്തിയോട് ചോദിച്ചു, ഇതിനു പിന്നിലുള്ള കാരണം എന്താണ്? ധനികനായ വ്യക്തി പറഞ്ഞു, അതിനു പിന്നിലൊരു രഹസ്യമുണ്ട്.
കൃഷിക്കാരനായ ആ മനുഷ്യനെ കബളിപ്പിക്കുന്നതിനായി അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാനൊരു വാഴ്ത്തിയ തിരുവോസ്തി സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. ആ കർഷകൻ അത് കേട്ട് ഒരു തിരുവോസ്തി തനിക്കായും സ്വന്തമാക്കുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ തൻ്റെ ദാരിദ്ര്യം നീങ്ങി താനും പണക്കാരനാകുമെന്നയാൾ വിചാരിച്ചു. ഏഡിംഗ് ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അദ്ദേഹം ഒരു തിരുവോസ്തി സ്വന്തമാക്കി ഈശോയുടെ തിരുശരീരം ഒരു തൂവാലയിൽ പൊതിഞ്ഞ് അദ്ദേഹം തൻ്റെ പോക്കറ്റിലിട്ടു. ഏഡിങ്ങിൽ നിന്ന് ദേവാലയമൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അയാൾ പോയി. അവിടെ വെച്ച് തൻ്റെ തൂവാലയിൽ നിന്ന് തിരുവോസ്തി പുറത്തെടുക്കുവാൻ ശ്രമിച്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് മുകളിലേക്കുയർന്നു. പിന്നീട് നിലത്തെവിടെയോ അപ്രത്യക്ഷമായി. ഇത് അദ്ദേഹത്തെ തികച്ചും അത്ഭുത പരതന്ത്രനാക്കി. അദ്ദേഹം സ്ഥലത്തെ മെത്രാന്റെ അടുത്തെത്തി നടന്ന കാര്യങ്ങൾ മുഴുവൻ അറിയിച്ചു. അദ്ദേഹം ഈ സ്ഥലത്തെത്തിയപ്പോൾ തിരുവോസ്തി വീണ്ടും വായുവിൽ ഉയർന്ന് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് മണ്ണിൽ അപ്രത്യക്ഷമായി. ഇത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ഒരു ദേവാലയം പണിയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയുണ്ടായി. അങ്ങനെ ദിവ്യകാരുണ്യത്തോടുള്ള പ്രത്യേക ഭക്തിസൂചകമായി ഇവിടെ ഈ ദേവാലയം നിർമ്മിക്കപ്പെടുകയും വിശ്വാസികൾ ധാരാളം ഇവിടെ എത്തി യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ഇവിടെ എത്തി ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത് അവിടുത്തെ പദ്ധതിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം അത്ഭുതങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. ഒരു അത്ഭുതം നടന്നു എന്നതുകൊണ്ട് മാത്രം വിശ്വാസികളുടെ പരസ്യ വണക്കത്തിനായി സഭ അനുവാദം നൽകണമെന്നില്ല. നാം പലപ്പോഴും കേൾക്കാറുള്ള സംഭവമാണ് മാതാവ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠപ്പെട്ടു എന്നുള്ളത്. പലരും മാതാവിനെ കാണാനായി ആ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ചിലരെല്ലാം വീണ്ടും കാണുന്നു. എന്നാൽ മറ്റു ചിലർ കാണുന്നില്ല. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വാസികളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനുള്ള കടമ സഭയ്ക്കുണ്ട്. ഇവിടെ നാം കാണുന്നത് ആ മനുഷ്യൻ രൂപതയുടെ അധികാരിയായ മെത്രാനെ സമീപിക്കുന്നതാണ്. അദ്ദേഹമാണ് ഇവിടെ ദേവാലയം പണിയുന്നതിനുള്ള അധികാരം നൽകുന്നത്. അങ്ങനെ സഭയുടെ ഔദ്യോഗിക അംഗീകാരവും ഈ അത്ഭുതത്തിന് ലഭിക്കുന്നു. അതിനുശേഷം സിക്സ്റ്റൂസ് നാലാമൻ പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ദണ്ഡവിമോചനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്കറിയാവുന്നതാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടി വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്നീ ജപങ്ങളും ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ചതിനു ശേഷം ഈ ദേവാലയം സന്ദർശിക്കുന്നവർക്കാണ് ദണ്ഡവിമോചനം ലഭിക്കുന്നത്. അതിനാൽ നാം നിൽക്കുന്ന ഈ സ്ഥലം അത്ഭുതം നടന്ന സ്ഥലമെന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അത്ഭുതത്തിനും 100 വർഷങ്ങൾക്കു ശേഷം ഇവിടെ എന്താണ് നടന്നതെന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? കുറേ വർഷങ്ങൾക്കു ശേഷം ഇവിടെ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തി വളർന്നു വന്നു. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി ഈശോയുടെ തിരുരക്തത്തെ വണങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ ദേവാലയം പിന്നീട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ദേവാലയമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഈ അത്ഭുതം നടന്ന് 200 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തി ഇവിടെ വളർന്നു വന്നു. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈശോയുടെ തിരുശരീരത്തെയും രക്തത്തെയും ആരാധിക്കുന്നതിനായി ഇവിടെ എത്തി. ദണ്ഡവിമോചനം ലഭിക്കുന്നതിനുള്ള മാർഗം കൂടിയായിരുന്നു അത്. അങ്ങനെ ഇത് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറി. ആ സമയങ്ങളിൽ ഇവിടെ ഒരു ദിവസം 10 വിശുദ്ധ കുർബാനകൾ വരെയുണ്ടായിരുന്നു. ഇത് എത്ര അതിശയകരമായിരിക്കുന്നു എന്ന് നോക്കുക. ദൈവത്തിൻ്റെ മഹനീയ പദ്ധതികൾ എത്ര സ്തുതിച്ചാലും മതി വരാത്തതാണ്. ദൈവത്തിനറിയാം നാം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. നാം ഇത് തിരിച്ചറിയുന്നില്ലെങ്കിലും സംഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും അവിടുന്ന് നമ്മെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഇവിടെ അവിടുന്ന് ഉപയോഗിച്ചത് ഈ പാവപ്പെട്ട കർഷകനെയാണ് എന്നു മാത്രം. ഇവിടെ ആ മനുഷ്യൻ തൻ്റെ അയൽക്കാരനോടുള്ള അസൂയ മൂലമാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും മനുഷ്യനിലുള്ള തിന്മയെപ്പോലും നന്മയ്ക്കുള്ള ഉപകരണമാക്കി മാറ്റുന്ന അവിടുത്തെ മഹാജ്ഞാനം എത്രയോ ശ്രേഷ്ഠമാണ്. നാം എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസൂയയ്ക്കും മറ്റ് തിന്മകൾക്കും അടിമകളാണ്. എന്നാൽ ദൈവത്തിന് വളരെ വലിയ അനുഗ്രഹങ്ങളാക്കി
അവയെ മാറ്റുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനാണ്. അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണ്. ചിലരെങ്കിലും പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ദേവാലയത്തിൽ ഈശോയുടെ തിരുശരീരം മാത്രമേ നൽകുന്നുള്ളൂ, തിരുരക്തം നൽകുന്നില്ല എന്ന്. തിരുവചനങ്ങളും ദൈവത്തിൻ്റെ അനന്യമായ ശക്തിയും അറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്? എല്ലാ അത്ഭുതങ്ങളിലും നാം കാണുന്നതുപോലെ ഈശോയുടെ തിരുശരീരത്തിൽ നിന്ന് തിരുരക്തം വേറിട്ടെടുക്കാവുന്ന ഒന്നല്ല. ഈ അത്ഭുതത്തിലും തിരുശരീരം തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വിശ്വാസികളെ വളർത്തിയില്ലേ? അവിടുത്തെ ശരീരമുള്ളിടത്ത് രക്തവുമുണ്ട്. കാരണം ദിവ്യകാരുണ്യം ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്, കേവലം ക്രിസ്തുവിൻ്റെ ശരീരഭാഗമല്ല. എങ്ങനെയാണ് തിരുരക്തത്തോടുള്ള ഭക്തി ഈ ദേവാലയത്തിൽ എത്തിയതെന്ന് അങ്ങേക്കറിയാമോ? ഇത് പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്തിനു ശേഷമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. വിശ്വാസികൾ തങ്ങളുടെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ടു വന്ന ഒരു കാലമുണ്ടായിരുന്നു. സഭയുടെ ഉണർവും ശക്തിയും വീണ്ടും പ്രകടമായ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനെതിരെയുണ്ടായ തീക്ഷ്ണതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഫാദർ, എനിക്കൊരു സംശയമുള്ളത് ഇപ്രകാരമാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം ഞങ്ങൾ വിപ്ലവമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സഭയ്ക്ക് ഒരു വേദനയായിരുന്നുവെങ്കിലും സഭയെ ഒരു പരിധിവരെ വിശ്വാസത്തിൽ ഉണർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അതിന് കഴിഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ ജർമ്മനിയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അതിനെ നവീകരണം എന്ന പദം തന്നെ ഉപയോഗിച്ച് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം സഭയിൽ നവീകരിക്കപ്പെടേണ്ട പല മേഖലകളും അന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം 6 മില്യൺ വിശ്വാസികൾ കത്തോലിക്ക സഭയെ ഉപേക്ഷിച്ചു പോയത് തികച്ചും വേദനാജനകമായിരുന്നില്ലേ? അന്നും കൂദാശകളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും തങ്ങളെ തന്നെ ശക്തിപ്പെടുത്തിയിരുന്നവർക്ക് സഭ വിട്ടുപോകേണ്ടി വന്നില്ല എന്നതാണ് വാസ്തവം. ദേവാലയവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നവർ, കത്തോലിക്കരായിരുന്നിട്ടും കത്തോലിക്കരല്ലാത്തവരെ പോലെ ജീവിച്ചവരാണ് സഭയെ ഉപേക്ഷിച്ചത്. തന്നോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയെയും അവിടുന്ന് ഉപേക്ഷിച്ചില്ല. യേശുവിനോടും സഭയോടും വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും പറിച്ചെടുക്കുവാൻ ചരിത്രത്തിനും തിന്മയുടെ ശക്തികൾക്കും കഴിയില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. അതിനാൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉപേക്ഷിച്ചവർ മാത്രമാണ് ചരിത്രത്തിന്റെ പ്രലോഭനങ്ങൾക്കും വിശ്വാസത്യാഗത്തിനും അടിമപ്പെട്ടത്. സഭയുമായുള്ള ഐക്യം കാത്തുസൂക്ഷിക്കുന്നവർ എന്നും സഭയിലുണ്ടാവും. അല്ലാത്തവർ വിഭജനങ്ങളിലൂടെ തങ്ങളെ തന്നെ മുറിപ്പെടുത്തും. ഇത് വലിയൊരു സത്യമാണ്. ഇദ്ദേഹം വിശ്വാസികൾക്ക് ചരിത്രത്തിൽ അകന്നു പോയതിൻ്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നത്. ഐക്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും വിഭജനത്തിന് തയ്യാറാവില്ല. ഐക്യം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധർ ചെയ്തതുപോലെ സഭയിലെ പ്രശ്നങ്ങൾ സഭയെ ഉപേക്ഷിക്കാനും കുറ്റപ്പെടുത്താനുമല്ല ഒരു വ്യക്തിയെ നിർബന്ധിക്കേണ്ടത്. മറിച്ച് വിശുദ്ധ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം തന്നെയാകുന്ന സഭയെ ഉള്ളിൽ നിന്ന് നവീകരിക്കുകയാണ് വേണ്ടത്. ഈശോ പറയുന്നുണ്ട്, ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. സഭയുമായി സ്നേഹത്തിൽ വസിക്കുന്നവരെ, വിശ്വാസത്തിൽ തീക്ഷ്ണതയും ആഴവുമുള്ളവരെ ഒരു തെറ്റിദ്ധാരണയ്ക്കും തെറ്റായ പഠനത്തിനും വഴിതെറ്റിക്കാനാവില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈശോയുടെ തിരുരക്തത്തിൻ്റെ തിരുശേഷിപ്പാണ്. ഇതാണ് തിരുരക്ത ദേവാലയമെന്ന് ഈ ദേവാലയത്തിന് പേരിടുന്നതിനുള്ള കാരണം. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഈ തിരുശേഷിപ്പിനെ ആരാധിക്കുവാനും വണങ്ങുവാനും എത്തുന്നവരാണ്. ഫാദർ, നമ്മോടിപ്പോൾ പങ്കുവച്ച ആശയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഞങ്ങൾ കണ്ടതും കേട്ടതും അടുത്തറിഞ്ഞതുമായ ഒന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള വരികളുള്ള ഒരു ഗാനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തീഷ്ണതയോടെ സഭയിൽ പിടിച്ചു നിന്നവർ ദിവസം 10 വിശുദ്ധ കുർബാന വരെ അർപ്പിക്കപ്പെടുന്ന ഈ ദേവാലയത്തിലേക്ക് വരി വരിയായി നടന്നു വന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കാണിക്കുന്നുണ്ട്. പാപമോചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരിയുവാൻ നാം അതിയായ ശ്രദ്ധ കാണിക്കണം. അത് നമ്മുടെ ആത്മീയ ജീവന്റെ നിലനിൽപ്പിനാവശ്യമാണ്. ഇതാണ് ഈ അത്ഭുതം നമുക്ക് നൽകുന്ന സാക്ഷ്യം. നാം തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത,
ബവേറിയയിലെ ജനങ്ങളുടെ ഇന്നും ക്ഷയിക്കാത്ത വിശ്വാസ തീക്ഷ്ണതയാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലഘട്ടത്തിലും കാൽവിൻ തൻ്റെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചപ്പോഴും 2 ലോകമഹായുദ്ധങ്ങളുടെ കാലത്തും ഇവിടുത്തെ ജനങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. സഭയോട് അവർ വിശ്വസ്തയോടെ ചേർന്നു നിന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നാം ഈശോയെ കുറ്റപ്പെടുത്തുകയാണോ അതോ ഈശോയുടെ അടുത്തേക്ക് സഹായത്തിനായി ഓടി അണയുകയാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലും ഈശോയെ ഉപേക്ഷിച്ചു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ നിമിഷം വിഷമത്തോടെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഈശോയ്ക്കും മാതാവിനും നമ്മോടുള്ള അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഫെബ്രുവരി മാസം 2-ാം തീയതി വരെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്ന ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ വളരെ മനോഹരമാണ്. ഉണ്ണീശോ ക്രൂശിത രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി കുരിശു ചുമക്കുവാനും മരിക്കുവാനും വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ ജനിച്ചത്. മാലാഖയുടെ അഭിവാദനം കേട്ടപ്പോൾ, പരിശുദ്ധ അമ്മേ മാതാവേ, ഇത്രയേറെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് അങ്ങ് അറിഞ്ഞിരുന്നുവോ? പുത്രന്റെ കുരിശിന്റെ വഴിയെ യാത്ര ചെയ്തപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ വേദനയാൽ രക്തം പൊടിഞ്ഞുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഗെത്സമേൻ അനുഭവത്തിലൂടെ അങ്ങയുടെ പുത്രൻ കടന്നു പോയപ്പോൾ കൂർത്ത മുള്ളുകൾ അങ്ങയുടെ പുത്രന്റെ തലയിൽ തറഞ്ഞിറങ്ങിയപ്പോൾ, ഞങ്ങളുടെ പാപത്തിന്റെ കാഠിന്യം ആ തിരുത്തോളിനെ ഭാരപ്പെടുത്തിയപ്പോൾ, നിഷ്കളങ്കനായ ആ കുഞ്ഞാട് ആരും തുണയില്ലാതെ സകലതും ഏറ്റെടുത്തപ്പോൾ അമ്മ മാത്രമേ അവിടുത്തേക്ക് തുണയായി ഉണ്ടായിരുന്നുള്ളൂ. ഈശോയുടെ തിരുരക്തമാണ് ഞങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ചിന്തപ്പെട്ടത്. ഇതുതന്നെയാണ് എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും ഈശോയ്ക്ക് നമ്മോട് പറയുവാനുള്ളത്. ഇന്നും തുടർന്നു പോകുന്ന ദിവ്യനാഥന്റെ കുരിശിലെ ബലിയെക്കുറിച്ച്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഫാദർ ബെർണാദാണ്. അദ്ദേഹം ഏകദേശം 12 വർഷത്തോളമായി ജർമ്മനിയിലാണ്. കഴിഞ്ഞ 2 മാസമായി ഈ ചാപ്പലിന്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹമാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ദേവാലയമാണ്. ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ അടയാളങ്ങളൊന്നും ഇവിടെ കാണുവാനില്ല. എങ്കിലും ഈ ദേവാലയം ഇന്നും അപ്രത്യക്ഷമായ തിരുവോസ്തിയുടെ അത്ഭുതം പ്രവർത്തിച്ച ദിവ്യകാരുണ്യത്തിന്റെ സജീവമായ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഈശോ ജനിച്ച പുൽത്തൊഴുത്തുപോലെയാണ് ഈ ചെറിയ നഗരത്തിലുള്ള മനോഹരമായ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഫാദർ ജോസഫ് ഞങ്ങളെ നയിച്ചത് ചാപ്പലിനുള്ളിൽ തന്നെയുള്ള ഒരു ഗുഹയിലേക്കാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. അന്ന് അത്ഭുതം നടന്ന വിശുദ്ധ സ്ഥലത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെയാണ് ദിവ്യകാരുണ്യം അപ്രത്യക്ഷമായത്. ഹോറേബ് മലയിൽ വെച്ച് ദൈവം മോശയോട് അരുളി ചെയ്തു, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുശരീരം അത്ഭുതകരമായി അപ്രത്യക്ഷമായ സ്ഥലം. ഇവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നും സ്വല്പം പൊടിമണ്ണെടുത്ത് ഭക്ഷിക്കുന്ന രീതി വിശ്വാസികളുടെ ഇടയിലുണ്ട്. ചെറുപ്പമായിരുന്നപ്പോൾ ഒരിക്കൽ വിശുദ്ധ നിക്കോളാസിന്റെ അടുത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന റൊട്ടി എല്ലാവർക്കും നൽകുമായിരുന്നു. പെന്നി അവരോട് ചോദിക്കുകയുണ്ടായി, എന്തുമാത്രം റൊട്ടി ഭക്ഷിച്ചാലാണ് അത് അത്ഭുതം പ്രവർത്തിക്കുക എന്ന്. അവിടെയുള്ള സന്യാസികൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്തുമാത്രം വലുതാണോ നിങ്ങളുടെ വിശ്വാസം, അത്രയും ചെറിയ റൊട്ടി. തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത് വലിയ വിശ്വാസമാണ്. വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്കേറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന അച്ഛന് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും
ഈശോയ്ക്കും നന്ദി പറയുന്നു. ബവേറിയയിലെ ജനങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾ തികച്ചും സന്തുഷ്ടരാണ്. ആഗോള കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ ജർമ്മനിയിലെ ഈ മക്കളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതജ്ഞതയുള്ളവരാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.